ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള കൊടിമര പതാക ജാഥകൾ തലസ്ഥാനത്തെത്തി. നെയ്യാറ്റിൻകരയിൽ വെച്ച് സംഗമിച്ച കൊടിമര പതാക ജാഥകൾക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. സ്വീകരണ പൊതുയോഗം സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഉയർത്താനുള്ള കൊടിമരവും പതാകയുമായി പ്രയാണം നടത്തുന്ന ജാഥകൾക്ക് തിരുവനന്തപുരത്ത് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി PA മുഹമ്മദ് റിയാസ് നയിച്ച കന്യാകുമാരിയിൽ നിന്നാരംഭിച്ച പതാക ജാഥ അരുവിപ്പുറത്തു നിന്നാരംഭിച്ച കൊടിമര ജാഥയുമായി നെയ്യാറ്റിൻകരയിൽ വെച്ച് സംഗമിച്ചു. തുടർന്ന് ആയിരങ്ങളുടെ അകമ്പടിയോടെ തലസ്ഥാന നഗരിയിലേക്ക്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന സ്വീകരണ പൊതുയോഗവും വർഗീയ വിരുദ്ധ സദസ്സും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലകളിലും മതമൗലികത അടിച്ചേൽപ്പിക്കാനും ഭരണകൂടത്തിന്റെ താക്കോൽ സ്ഥാനങ്ങൾ RSSകാരെ ഏൽപ്പിക്കാനുമാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി M സ്വരാജ്, ജില്ലാ ട്രഷറർ IP ബിനു തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കൊടിമര പതാക ജാഥ ഇന്ന് കൊല്ലം ജില്ലയിൽ പ്രയാണം നടത്തും. കൂത്തുപറമ്പിൽ നിന്നാരംഭിച്ച ദീപശിഖാ ജാഥയും പ്രയാണം തുടരുകയാണ്. 3 ജാഥകളും ബുധനാഴ്ച എറണാകുളത്ത് വെച്ച് സംഗമിച്ച് മറൈൻ ഡ്രൈവിലേക്ക് നീങ്ങും. അന്ന് വൈകിട്ട് 6-ന് കൊടിയുയരുന്നതോടെ ഡിവൈഎഫ്ഐ 10ാം അഖിലേന്ത്യാ സമ്മേളനത്തിന് തുടക്കമാവും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.